ഇത് സൂപ്പറാ. ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നും അതേപോലെ തന്നെ 2 സ്പൂൺ പച്ചരിയും 2 മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും റെഡ് ഫുഡ് കളറും കുറച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലോ അതല്ലെങ്കിൽ സാധാരണ ഒരു കവറിനകത്തോ ഇതേപോലെ ഒരു കോൺ ഷേപ്പിലേക്ക് ആക്കി മാറ്റാം. നമുക്ക് ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുത്ത് ഒരു നൂൽ പരുവാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്രിസ്റ്റൽ ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോസ് എസൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെയാണ് ഉണ്ടാവുക. നമ്മുടെ എണ്ണ മിതമായിട്ടുള്ള ഒരു ചൂടിലായിരിക്കണം ഉണ്ടാവേണ്ട. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം മിനി ജിലേബീസാണ് ആദ്യം ഉണ്ടാക്കിയെടുത്തത്. അതേപോലെ തന്നെ വലിയ ജിലേബി നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. കളർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ, അടിപൊളിയായിട്ടുള്ള കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ ടെക്സ്ചറിലും തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ അളവും ഇതേ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഞാനിപ്പോൾ വലിയ ജിലേബിക്കാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല, പിന്നെ 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 നമുക്ക് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഈസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാൻ നിൽക്കണ്ട. ചില സമയത്ത് എണ്ണ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വളരെ ക്രിസ്പിയും അതേപോലെ തന്നെ ജ്യൂസി ആയിട്ടുള്ള ജിലേബി ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഉള്ളിൽ നല്ല ജ്യൂസിയാണ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എന്താണെന്ന് കമൻസിലൂടെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.